ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ കാഴ്ചക്കാർക്ക് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് കുറേ യൂസ്ഫുൾ ആയ ഫിഷിനെ പറ്റിയിട്ടും ബഡ്ജീസിനെ പറ്റിയിട്ടും ബേഡ്സിനെ പറ്റിയിട്ടും അങ്ങനെ കുറേ പെറ്റ്സിനെ പറ്റി റിലേറ്റിംഗ് ആയ കുറേ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല, ഗോൾഡ് ഫിഷിൻ്റെ കെയറിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഗോൾഡ് ഫിഷിൻ്റെ കെയറിങ്ങിനെ പറ്റി പലരും പല സംശയങ്ങളും കുറേ ചോദിച്ചിട്ടുണ്ടാകും. അപ്പോൾ എല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് ഗോൾഡ് ഫിഷിനെ വളർത്തുന്നവർക്കൊക്കെ. നമ്മൾ ഗോൾഡ് ഫിഷ് മാർക്കറ്റിൽ കുറേ വെറൈറ്റീസ് വരുന്നുണ്ട്. ഇപ്പം നമുക്ക് ഞാനൊക്കെ ആദ്യമായി കേട്ട പേരുകൾ ഗോൾഡ് ഫിഷ്, ഗപ്പി അങ്ങനെയൊക്കെ പേരുകളാണ്. ഗോൾഡ് ഫിഷൊക്കെയാണ് ഞാൻ ആദ്യം വളർത്തിയ മീനുകളും. നിങ്ങൾ മിക്ക ആൾക്കാരും ഗോൾഡ് ഫിഷിനെ വളർത്താത്ത ഒരു അലങ്കാര പ്രേമി പോലും ഉണ്ടാവില്ല. ഈ ഓർണമെൻറ്റ് ഫിഷുകളെ വളർത്തിയവരൊക്കെ കൂടുതൽ പേരും ഈ ഗോൾഡ് ഫിഷിൽ നിന്നാവും തുടക്കം കുറിച്ചുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെയാണ് ഇത് ഗോൾഡ് ഫിഷിന് തുടക്കം കുറിച്ചിട്ടുണ്ടാകുന്നത്. പക്ഷേ ഗോൾഡ് ഫിഷ് ആദ്യം മേടിക്കും ചത്തുപോകും. ഈ ഗോൾഡ് ഫിഷ് എങ്ങനെയാണെന്നറിയില്ല, ചത്തുപോകും ഗോൾഡ് ഫിഷ്. പിന്നെയും പോയി മേടിക്കും ഷോപ്പിൽ നിന്ന്, പിന്നെയും ചാവും. പിന്നെയും പോയി മേടിക്കും, പിന്നെയും ചാവും. മിക്ക കേരളത്തിലെ വ്യക്തികളുടെയും ആൾക്കാരുടെയും കാര്യം തന്നെയാണ്. നമ്മളെ മക്കളൊക്കെ പറയും ഈ ഗോൾഡ് ഫിഷ് മേടിച്ചാൽ, ഈ മീനെ മേടിച്ചാൽ പറയും. അപ്പോൾ നമ്മൾ മേടിച്ചു കൊടുക്കും. പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ മീനുകളൊക്കെ ചത്തുപോകുന്നത്, ഈ ഗോൾഡ് ഫിഷ് ചത്തുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്നും മിക്കവർക്കും അറിയണ്ടാവില്ല. അപ്പോൾ ഇതിലെല്ലാം കാര്യം ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാര്യം നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെള്ളം. ഇതിലെ വാട്ടർ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം നമ്മുടെ ഗോൾഡ് ഫിഷ് ഇട്ട വെള്ളത്തിൽ നമുക്ക് ക്ലോറിൻ്റെ അംശം കൂടുതലുണ്ടോ? ഇപ്പോൾ പൈപ്പുകളിലൊക്കെ ആണെങ്കിൽ ക്ലോറിൻ്റെ അംശം ഉണ്ടാവും. നിങ്ങളിപ്പോൾ നമ്മൾ ഭാരതപ്പുഴയിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിൽ ക്ലോറിനൊക്കെ നല്ല കുത്തണമാണ്. അതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മീൻ അപ്പം ചത്തുപോകും. അപ്പോൾ അതൊക്കെ അങ്ങനത്തെ വെള്ളങ്ങളൊക്കെ ആണെങ്കിൽ അത് റിമൂവ് ചെയ്യാനുള്ള, ക്ലോറിൻ റിമൂവ് ചെയ്യാനുള്ള സൊല്യൂഷൻ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. നല്ല ഷോപ്പുകളിൽ നിന്നും മേടിക്കാൻ കിട്ടും. അപ്പോൾ അതിന് പിന്നെ അസിഡിറ്റിക്ക് കുറച്ച് കൂടിയതും ഒക്കെ വെള്ളങ്ങളൊക്കെ ഉണ്ടാവും. അയണിൻ്റെ അംശം കൂടിയ വെള്ളം ഉണ്ടാവും. അപ്പോൾ അയണിൻ്റെ അംശം കൂടിയ വെള്ളത്തെ നിങ്ങൾ കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ മേലെ ആയിട്ട് കുറച്ച് ഈ എണ്ണ ഒഴിച്ച പോലെ ഒരു വെള്ളപ്പാട അങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടാവും. അത് അയണിൻ്റെ അംശം കൂടുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും അസിഡിറ്റിക്ക് വരാൻ സാധ്യത, ആൽക്കലൈൻ അധികമായിട്ട് വെള്ളത്തിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഗോൾഡ് ഫിഷ് ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഈ വെള്ളത്തിൻ്റെ കാര്യം. പിന്നെ വെള്ളം എപ്പോഴും ഫിൽട്രേഷൻ, നല്ല പവർ ഫിൽട്രേഷൻ തന്നെ വേണം. കാരണം ഈ ഗോൾഡ് ഫിഷ് നല്ലോണം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇവർ ഈ വേസ്റ്റ് നല്ലോണം ഇങ്ങനെ തള്ളിക്കളയും. അപ്പോൾ അതൊക്കെ നല്ലൊരു ഫിൽട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ റെഡിയാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നല്ലൊരു ഹെവി ഫിൽട്രേഷൻ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യണം നിങ്ങളുടെ ടാങ്കുകളിൽ. പിന്നെ ഓക്സിജൻ്റെ കണ്ടൻറ്റ് എന്തായാലും വെള്ളത്തിൽ വേണ്ടതാണ് നമ്മളുടെ ഗോൾഡ് ഫിഷിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓക്സിജൻ്റെ നമ്മൾ ഫിൽട്രേഷനൊപ്പം തന്നെ നമുക്ക് ഓക്സിജൻ്റെ നമുക്ക് പമ്പുകളും നമുക്ക് സെറ്റ് ചെയ്യേണ്ടതാണ്. ഇതിന് വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ വരുന്നത് നമുക്ക് 7 to 8 ടെമ്പറേച്ചർ ഗോൾഡ് ഫിഷുകൾ വരുന്നത്. ക്ലിയർ അങ്ങനെ പറയാൻ പറ്റില്ല. ഇപ്പോൾ പല ബ്രീഡുകളും വരുന്നുണ്ട്. ഇപ്പോൾ ഹൈബ്രിഡുകൾക്ക് കുറച്ചുകൂടിയും ഈ വ്യത്യാസം വരുന്നുണ്ട് pH ഗോൾഡ് ഫിഷുകൾ. എന്നാലും ഒരുവിധം പറയുകയാണെങ്കിൽ നമുക്ക് 7 to 8 എന്ന് പറയാം. ഓക്കെ, പിന്നെ ടെമ്പറേച്ചർ 20 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ടാങ്കിലേക്ക് പോകാം. പലരും ഈ ബൗളിലിട്ട് വളർത്താറുണ്ട് ഗോൾഡ് ഫിഷിനെ. ബൗളിലിട്ട് വളർത്താൻ പാടില്ല ഗോൾഡ് ഫിഷ്. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ കെയറിങ് നല്ല ഹെവി പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന ഒരു ഫിഷ് കൂടിയാണ് ഈ ഗോൾഡ് ഫിഷ്. അത്യാവശ്യം സൈസ് പെട്ടെന്ന് വയ്ക്കും നിങ്ങൾ നോക്കുന്ന രീതി നല്ലതാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നല്ല ഫീഡൊക്കെ കൊടുക്കുന്നുണ്ടാവും, നല്ലൊന്ന് കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങൾ ആ ഇട്ടിരിക്കുന്ന ടാങ്ക് മാത്രം ചെറുതാണ്. അപ്പോൾ മീൻ ചത്തുപോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഗ്രോത്ത് കിട്ടില്ല അതിന്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ വലിയ അക്വേറിയത്തിൽ ഇടാൻ ശ്രദ്ധിക്കുക. വളരെ ചെറിയ ബൗൾ നിങ്ങൾ ഒഴിവാക്കുക. ബൗൾ ഞാൻ ഒരിക്കലും ഒരു മീൻ ഇടാൻ പറയില്ല. കാരണം ബൗൾ മീനുകൾക്കൊക്കെ ബുദ്ധിമുട്ട് വരുത്തുന്ന ഒരു സാധനമാണ്. ഈ ബീറ്റ ഫിഷിനൊക്കെ പിന്നെയും കുഴപ്പമില്ല ഈ ബൗളൊന്നും. പക്ഷേ ഗോൾഡ് ഫിഷിനും ബൗളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയല്ല. അത് നിങ്ങൾ ഗോൾഡ് ഫിഷിനൊക്കെ ബൗൾ അവോയ്ഡ് ചെയ്ത് കളയുക. ആ ബൗളൊക്കെ എപ്പോഴും വലിയ വലിയ അക്വേറിയങ്ങളോ ടാങ്കുകളിലോ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ ഈ അക്വേറിയം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആഴ്ചയിൽ നിങ്ങൾ ഈ വെള്ളം മാറ്റണം കേട്ടോ. ആഴ്ചയിൽ 10% ഒക്കെ 20% വെള്ളം മാറ്റും. എന്നിട്ട് നിങ്ങൾ ആ പുതിയ വെള്ളം അതിലേക്ക് ഇടുക. അത് നിങ്ങൾക്ക് ആഴ്ചയിൽ എപ്പോഴും എല്ലാ വീക്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണത്. പിന്നെ വർഷത്തിൽ ഇപ്പോൾ ഈ പ്ലാന്റേഷൻ ടാങ്കിൽ ഒന്നും ഒരിക്കലും ഗോൾഡ് ഫിഷിനെ വളർത്താൻ പറ്റില്ല. കാരണം പ്ലാന്റുകൾ മൊത്തം തന്നെ തിന്നു തീർക്കും. പിന്നെ പ്ലാസ്റ്റിക് വെച്ച പ്ലാന്റുകളൊക്കെ നമുക്ക് ടാങ്കിൽ ഈ ഗോൾഡ് ഫിഷിനെ വളർത്താം, യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പ്ലാന്റേഷൻ ടാങ്കിലേക്ക് വിട്ട് കഴിഞ്ഞാൽ ഈ പ്ലാന്റുകൾ മൊത്തം വലിച്ച് വാരി തിന്നും. പിന്നെ ഗോൾഡ് ഫിഷിന് ഇടാൻ പറ്റിയ മറ്റ് ഈ ഗപ്പീസിനൊപ്പം ഇടാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗപ്പീസിനൊപ്പം ഇട്ടാൽ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷിന് വിശന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഭക്ഷണം കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ പട്ടിണി ചിലവരുണ്ടാവും, തിരക്ക് കാരണം ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല. ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസം ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒരാഴ്ച ഒരു സ്ഥലം വരെ പോകേണ്ടി വന്നു. അപ്പോൾ ഒരാഴ്ച ഭക്ഷണം കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക, ഈ ഗോൾഡ് ഫിഷ് മറ്റ് ഗപ്പീസിനൊക്കെ തിന്നു തീർക്കും, മൊത്തത്തോടെ തിന്നു തീർക്കാൻ തുടങ്ങും. അപ്പോൾ അത് പ്രശ്നമാണ്. പിന്നെ അവരുടെ ഗോൾഡ് ഫിഷിൻ്റെ വായിക്ക് കൊള്ളാൻ പറ്റാത്ത കുറച്ച് വലിപ്പമുള്ള ഏത് തരം ഫിഷുകളെ നിങ്ങൾ ഗോൾഡ് ഫിഷൊപ്പം വളർത്താം, യാതൊരു കുഴപ്പമില്ല. പിന്നെ അഗ്രസീവായ ഫിഷുകളൊപ്പം ഒന്നും ഇവരിടാൻ പാടില്ല. കാരണം ഇവരെ അറ്റാക്ക് ചെയ്ത് ഇവരെ കൊല്ലാൻ സാധ്യതയുണ്ട്. ഓക്കെ,
പിന്നെ നമ്മുടെ ഈ ഗോൾഡ് ഫിഷിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ലോകത്ത് ഏറ്റവും ആരാധകരുള്ള ഒരു ഓർണമെൻ്റൽ ഫിഷാണ് ഈ ഗോൾഡ് ഫിഷ്. ലോകത്ത് എവിടെ പോയാലും ഗോൾഡ് ഫിഷ് ഉണ്ടാവും. അതാണ് ഫിഷുകളിൽ ഭയങ്കര ഇപ്പോഴും നമ്മൾ ഇപ്പോൾ ഏത് ഷോപ്പിലും അവൈലബിൾ ആയ ഒരു ഫിഷ് ഏതാ? ഗോൾഡ് ഫിഷ് തന്നെയാണ്. നല്ല വില കുറവിനും വില കൂടിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ആദ്യം തുടങ്ങുക 20 രൂപ അല്ലെങ്കിൽ 5 രൂപ വരെ റേറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ഗോൾഡ് ഫിഷുകൾ. അതുപോലെ തന്നെ നല്ല റേറ്റ് വരുന്നുണ്ട്. 5000 രൂപ 10000 രൂപയുടെ റേറ്റ് വരുന്ന ഗോൾഡ് ഫിഷുകളും നമുക്കിവിടെ മാർക്കറ്റിൽ ലഭ്യമാണ്. നമുക്ക് നമ്മുടെ അക്വേറിയത്തിലേക്ക് വരാം. അക്വേറിയം എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ആഴ്ചയിൽ വെള്ളം മാറ്റണം, ഒരു 20% ഒക്കെ. അതുപോലെ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ഇത് കഴുകണം, വൃത്തിയാക്കണം. നിങ്ങളുടെ ടാങ്ക് മൊത്തം ഈ എല്ലാം എടുത്തിട്ട് കല്ലും ഒക്കെ എടുത്ത് അക്വേറിയം നല്ല വൃത്തിയാക്കണം. അപ്പോൾ അക്വേറിയം വൃത്തിയാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്വേറിയം ക്ലീനിങ് ചെയ്യണ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഒരു അക്വേറിയം കിട്ടിയിട്ടില്ല എൻ്റെ വീട്ടിൽ. അല്ലെന്ന് വെച്ചാൽ വീട്ടിലിപ്പോൾ അക്വേറിയങ്ങളൊക്കെ ഇപ്പോൾ ക്ലീനിങ് സമയമായിട്ടില്ല. അപ്പോൾ ആ സമയമാകുമ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ നിങ്ങൾ സോപ്പ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഈ ബേക്കിംഗ് സോഡ വെച്ചിട്ടാണ് നിങ്ങൾ ഗ്ലാസ്സുകൾ മൊത്തം ക്ലീൻ ആക്കുന്നത്. ബേക്കിംഗ് സോഡ വെച്ച് ഗ്ലാസ് ക്ലീൻ ആക്കുമ്പോൾ നല്ലോണം വൃത്തിയിൽ കിട്ടും. പിന്നെ ചൂടുവെള്ളം കുറച്ച് ചെറിയ ചൂടുവെള്ളം കേട്ടോ, നല്ല തിളപ്പിച്ച ചൂടുവെള്ളമൊക്കെ ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും. ചെറിയ രീതിയിലുള്ള ചൂടുവെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഒഴിച്ചിട്ട് ഗ്ലാസ്സിന് അണുയുക്തമാക്കുക. അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം ചത്തുപോട്ടെ. അപ്പോൾ ചൂടുവെള്ളം ഒന്ന് ചെറുതായ രീതിയിലാക്കുക. കല്ലിലൊക്കെ ഇട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ കല്ല് നല്ലോണം കഴുകുക. അത് എത്ര ചൂടുവെള്ളം നല്ല ചൂടുണ്ടായാലും കുഴപ്പമില്ല, കല്ല് കഴുകാൻ. ഓക്കെ, അപ്പോഴൊക്കെ ആ വർഷത്തിൽ നിങ്ങൾ ഒന്ന് കഴുകുക. വെള്ളം ആ ടാങ്ക് മൊത്തം ക്ലീൻ ആക്കുക. ബേക്കിംഗ് സോഡൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്ലാസ്സൊക്കെ വൃത്തിയാക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഗോൾഡ് ഫിഷിൻ്റെ കാര്യത്തിൽ ഈ pH ടെമ്പറേച്ചറും നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവർക്ക് അതുപോലെ തന്നെ പെട്ടെന്ന് വയ്യായ്ക വരും. മാനസികമായിട്ട് അത്ര ശക്തി ഇല്ലാത്തവരെന്ന് നമുക്ക് പറയാൻ വേണമെങ്കിൽ. കാരണം ഇപ്പോൾ പുറത്തുനിന്ന് നമ്മൾ മീനെ കൊണ്ടുപോയി മേടിച്ചിട്ട് പെട്ടെന്ന് ഇവരെ പുതിയ നമ്മുടെ വീട്ടിലെ പുതിയ ടാങ്കിൽ കിട്ടി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് പേടിക്കും. ആ ടാങ്കിലുള്ള വേറെ മീനുകളെ കണ്ടാലും ആ ടെമ്പറേച്ചറും പെട്ടെന്ന് കാലാവസ്ഥ പെട്ടെന്ന് മാറിയ അവർക്ക് തോന്നും. അങ്ങനെ പെട്ടെന്ന് വ്യത്യാസങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ചത്തുപോകാൻ സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ ഒരു കവറിലായിട്ട് അവർ തരാം. നമ്മളുടെ എന്താ കവറിന് പറയാമെന്ന് എനിക്കറിയില്ല. ഒരു കവറിൽ അവർ തരാം. ആ കവറിൽ നിങ്ങൾ നേരെ കൊണ്ടുപോയിട്ട് ആ ടാങ്കിൽ ഒരു 5 മിനിറ്റ് ഇടാം. 5 മിനിറ്റ് ആ ടാങ്കിൽ മുക്കി വയ്ക്കുമ്പോൾ ആ മീനുകളോ മറ്റ് മീനുകളൊക്കെ ഇവ ഈ ഗോൾഡ് ഫിഷ് കാണും. അതുപോലെ ആ ടെമ്പറേച്ചർ തമ്മിൽ ഒരേപോലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരേപോലെ ആയിട്ട് എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം അതിനെ എന്ത് ചെയ്യുക, വെള്ളത്തിലേക്ക് മെല്ലെ റിലീസ് ചെയ്ത് വിടുക. അപ്പോൾ അതിന് യാതൊരു കുഴപ്പമുണ്ടാവില്ല. ഇത് പലരും ചെയ്യാറില്ല ഈ കാര്യം. ഏത് മീൻ നിങ്ങൾ മേടിച്ച് കൊണ്ടുവരുമ്പോഴും ആ കവർ ആദ്യം വെള്ളത്തിൽ മുക്കി വയ്ക്കണം. ഒരു 10 മിനിറ്റ് വയ്ക്കുക നല്ലത്. 10 മിനിറ്റ് മുക്കി വയ്ക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ മുക്കി മറ്റ് ടാങ്കിലേക്ക് റിലീസ് ചെയ്ത് വിടുക. ഇതിപ്പോൾ ചെയ്തില്ല, ഗോൾഡ് ഫിഷിൻ്റെ കാര്യത്തിൽ ചെയ്തില്ലെങ്കിൽ ഇതൊരു 8% ആ ഗോൾഡ് ഫിഷിന് ഡാമേജ് വരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, പിന്നെ ഭക്ഷണം ഡെയിലി നിങ്ങൾ കൊടുക്കേണ്ട കാര്യമാണ്. ഭക്ഷണം കൊടുക്കാതിരിക്കാൻ പാടില്ല. എപ്പോഴും ദിവസം നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. അത് ഭക്ഷണം നിങ്ങൾക്ക് എന്ത് ഭക്ഷണം വേണം കൊടുക്കാം. ഷ്രമ്പോ അതുപോലെ അങ്ങനെ ഈ ബ്ലഡ് വേംസോ അതൊക്കെ കൊടുക്കാൻ പറ്റും. അതിൽ നമ്മൾ തന്നെ ഈ മണ്ണീരനൊക്കെ കൊടുക്കാൻ നല്ല തന്നെ. പിന്നെ ലിവർ, ഈ കോഴിയുടെ ലിവറൊക്കെ ഇല്ലേ, ആ ലിവറൊക്കെ ഒന്ന് ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാം. ഈ അക്വേറിയത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം കേടുവരുമെന്ന് സംശയമുണ്ട് ചിലവർക്ക്. അത് നിങ്ങൾക്ക് കുഴപ്പമാക്കണ്ട. ഇത് ഒരു ചെറിയൊരു കഷ്ണം എടുത്ത ശേഷം ആ കഷ്ണം നല്ലോണം തന്നെ വൃത്തിയാക്കുക. നമ്മൾ വെള്ളത്തിൽ നല്ലോണം വൃത്തിയാക്കിയ ശേഷം അതിൽ രക്തത്തിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു കറ മൊത്തം കളഞ്ഞ ശേഷം ആ നല്ലൊരു പീസ് നമ്മൾ ആഴ്ച ഇട്ട് കൊടുത്താൽ യാതൊരു കുഴപ്പമില്ല. വെള്ളം അത്ര പെട്ടെന്ന് കേടുവരുന്നില്ല, നല്ല ഫിൽട്രേഷനൊക്കെ ഉള്ളതാണെങ്കിൽ. ഇപ്പോൾ ദിവസം കൊടുക്കുമ്പോൾ കേടുവരാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, നമ്മൾ മൈക്രോവേവ് കൊടുക്കുമ്പോൾ ഈ ബ്രെഡിൻ്റെ അംശം അതിൽ വീണ് ദിവസം കൊടുക്കുകയാണെങ്കിൽ അത് വീണ് നമ്മളെ ടാങ്കിൽ ഫംഗസ് വരാൻ ഫംഗസ് വരും. അപ്പോൾ അതുപോലെ തന്നെ ദിവസം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ലിവറൊക്കെ അത് ആഴ്ച കൊടുത്താൽ യാതൊരു കുഴപ്പമില്ല. ആഴ്ചയിലോ അല്ലെങ്കിൽ മാസത്തിലോ കൊടുക്കാം. നല്ലതാണത്. ഇവരുടെ ഗ്രോത്ത് നല്ലോണം തന്നെ പെട്ടെന്ന് കൂടും, ഇൻക്രീസ് ആവും. നിങ്ങൾ നോക്കി നിൽക്കണ പോലെയൊന്നും പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ നല്ല സൈസ് പെട്ടെന്ന് വലുതാവും. നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അത്ര പെട്ടെന്ന് ഗ്രോത്ത് ചെയ്യുന്ന നല്ലൊരു ഫീഡാണിത്. പിന്നെ നിങ്ങൾക്ക് ആൽഗെ നിങ്ങൾക്ക് കൊടുക്കാം. ലൈവ് പ്ലാന്റ്സ്, ഈ അങ്ങനത്തെ പ്ലാന്റ്സൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലാണ് ചെടികൾ, ഈ പ്ലാന്റ്സൊക്കെ ഇല്ലേ, ലൈവ് പ്ലാന്റ്സൊക്കെ ഇവർക്ക് ഫീഡായി കൊടുക്കാം. അവരെ തുളസിയില, കഞ്ഞിക്കുറുക്കൊക്കെ കൊടുക്കുന്നത് നല്ലതാണ്. അവരൊക്കെ അസുഖങ്ങൾ കൂടുതലും വരില്ല ഈ തുളസിയില കൊടുത്തു കഴിഞ്ഞാൽ. നല്ലതാണ്. എൻ്റെ അനുഭവമാണത്. ഞാൻ തുളസിയില മിക്ക എൻ്റെ ഫിഷുകൾക്കും കൊടുക്കുന്നുണ്ട്. ഗപ്പീസ് മുതൽ ഈ ഗോൾഡ് ഫിഷും കോഴിക്കാർപ്പിനൊക്കെ കൊടുക്കും തുളസിയിലകൾ. അത് വളരെ നല്ലതാണ്. ഇവർക്ക് അസുഖങ്ങൾ ഒരിതും വരുന്നില്ല ഇങ്ങനെ കൊടുക്കുമ്പോൾ. പിന്നെ ഈ ഫ്ലെക്സ് കൊടുക്കാം, പെല്ലറ്റ്സ് കൊടുക്കാം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവർ ആയുസ് ഈ ബൗളിലൊക്കെ വളർത്തുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ബൗളിൽ ഇവർ വളർത്തുമ്പോൾ ഭയങ്കര ആയുസ് കുറയും. ഇവർക്ക് ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം അതിനുള്ളിലൊക്കെ ചത്തുപോറ്റങ്ങൾ. അത്രയ്ക്കാണ് ഒരു ബൗളിൽ ഒരു ആയുസ് പറയണത്. ആയുസ് കുറവാണ്. മറ്റേന്ന് പറയുമ്പോൾ അതിനേക്കാളും കൂടുതൽ ആയുസ് കിട്ടുന്നുണ്ട് നമുക്ക് ബൗളിലല്ലാണ്ട് വളർത്തുമ്പോൾ. പിന്നെ ഗോൾഡ് ഫിഷിൻ്റെ ബ്രീഡിംഗ് വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുക്കുന്നുണ്ട്.
അതും ഇതൊക്കെ നല്ലോണം കെയറിങ്ങിനെ പറ്റി നല്ലോണം പറഞ്ഞിട്ടുണ്ട് 2 വീഡിയോസിലും. അപ്പോൾ അത് അടിയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയിട്ട് കാണാവുന്നതാണ് വീഡിയോസ്. അതുപോലെ മറ്റ് 4-5 വീഡിയോസ് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ മുന്നേ പല ഫിഷുകളെ പറ്റിയിട്ട വീഡിയോസൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കാണുക. നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ കുറച്ച് മീനുകളൊക്കെയാണ് അതിൽ ഞാൻ പറയണത്. ഇപ്പോൾ ചിലർ വളർത്തുന്ന മീനായിരിക്കും അത്. അപ്പോൾ അവരെ പറ്റി കെയറിങ്ങിന് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഓക്കെ. പിന്നെ അക്വേറിയത്തിൽ സെറ്റ് ചെയ്യുന്ന ലൈറ്റ് 8 മണിക്കൂറെങ്കിലും നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കണം. അതുപോലെ ഈ സാധാരണ ഞാൻ ഇപ്പോൾ വീട്ടിനുള്ളിൽ മീനുകളെ വളർത്തുന്നത് കുറവാണ്. ഞാൻ വീട്ടിനുള്ളിൽ മീനുകളെ അധികമായിട്ട് വളർത്തുന്നില്ല. എൻ്റെ 99% മീനുകളും എന്ന് വെച്ചാൽ അത്രയധികം മീനുകളൊന്നും ഇല്ല. ഉള്ള മീനുകളൊക്കെ എൻ്റെ വീടിൻ്റെ പുറത്താണ്. അത് വേറെ ഒന്നുമല്ല, ഈ പുറത്താവുമ്പോൾ സൂര്യപ്രകാശമൊക്കെ കൃത്യമായിട്ട് ഇവർ കൊള്ളും. നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻറ്റോ ഫിൽട്രേഷൻ എയർ പമ്പോ അങ്ങനെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. ഈ എയർ പമ്പും ഫിൽട്രേഷൻ നിർബന്ധം ഒന്നൊന്നുമില്ല. അപ്പോൾ ഞാൻ പുറത്താണ് വളർത്തുന്നത്. എൻ്റെ വലിയ ഡ്രമ്മുകളിലാണ് ഞാൻ മീനുകളെ വളർത്തുന്നത്. അതിലുള്ള ടാർപ്പായ വിരിച്ചയിലും അതിലൊക്കെ അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഞാൻ മീനുകളെ വളർത്തുന്നത്. അതിലൊക്കെ ഗോൾഡ് ഫിഷിന് ഞാൻ ഫിൽട്രേഷനോ എയർ പമ്പോ അങ്ങനെ അതുപോലെ ലൈറ്റോ അറേഞ്ച്മെൻറ്റോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എയർ എന്ന് വെച്ചാൽ ഇപ്പോൾ ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശം സാധനം കൊള്ളുന്നുണ്ട്. അപ്പോൾ ഈ സാധനം നമ്മൾ വീട്ടിൽ വളർത്തുമ്പോൾ കളർ ഡള്ളായിപ്പോവും. മേടിക്കുമ്പോൾ നല്ല കളറായിരിക്കും, നല്ല ചുവപ്പ് കളറ്, നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറായിരിക്കും മേടിക്കുമ്പോൾ. നമ്മൾ കൊണ്ടിട്ടിട്ട് ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ഇവരെ കളർ ഇങ്ങനെ കുറഞ്ഞു വരും. അത് വേറെ ഒന്നുമില്ല, ചിലർ ഭക്ഷണം മാറ്റി നോക്കും, നല്ല ലൈഫ് ഫീഡ് കൊടുത്ത് നോക്കും. പക്ഷെ ലൈഫ് ഫീഡ് കൊടുത്തിട്ടും കളർ മാറണില്ല. അപ്പോൾ ഈ കളർ കുറയുന്നതിന് വേറെ ഒന്നുമല്ല കാരണം, ഈ സൺലൈറ്റിൽ നിന്ന് മീനുകൾക്ക് നല്ലോണം കളർ കിട്ടും. സൺലൈറ്റ് കൊള്ളുകയാണെങ്കിൽ, ഈ സൂര്യൻ്റെ പ്രകാശം കൊള്ളുകയാണെങ്കിൽ ഇവർക്ക് കളർ കൂടും. സൂര്യപ്രകാശം എല്ലാ മീനുകൾക്കും ആവശ്യമാണത്. അപ്പോൾ സാധാരണ നമ്മൾ അക്വേറിയത്തിൽ വളർത്തുമ്പോൾ ആ സൂര്യപ്രകാശം കിട്ടാൻ വളരെ കുറവാണ് ചാൻസ്, നമ്മൾ ഈ റൂമുകളിൽ വെക്കുമ്പോൾ. അപ്പോൾ നിങ്ങളപ്പോൾ ട്യൂബ് ലൈറ്റ് വെച്ച് കൊടുക്കുക, നിങ്ങൾ ലൈറ്റോ അങ്ങനെ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റൊക്കെ വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അക്വേറിയം ലൈറ്റിനെ കിട്ടുന്നുണ്ട്, അത് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ഫിഷുകൾക്ക്. നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ആയി നല്ല നല്ല പെറ്റ് ഷോപ്പുകൾ നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും. അക്വേറിയത്തിൽ മാത്രം സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഇവർക്ക് ഈ സാധാരണ സൂര്യപ്രകാശം കിട്ടുന്ന കണ്ടൻസൊക്കെ ഒരുവിധം കിട്ടുന്ന ലൈറ്റുകൾ. അത് റേറ്റ് കൂടുതലാണ് അതിന്, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് യൂസ്ഫുൾ നല്ലതായിരിക്കും അത്. അല്ലെങ്കിൽ നിങ്ങൾ ഈ മീനുകളെ പുറത്ത് വളർത്തുകയാണ് നല്ലത്. ഞാൻ പുറത്ത് വളർത്താൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പുറത്ത് വളർത്തുമ്പോൾ ഈ ആൽഗയെ തന്നെ ഫോമാവും. ഈ ആൽഗയെ ഇവർ ഗോൾഡ് ഫിഷ് ഫീഡാക്കി എടുക്കും, ഭക്ഷണമാക്കി എടുക്കും. അവിടെ സൂര്യപ്രകാശം നമുക്ക് ഇങ്ങനെ കിട്ടണോണ്ട് തന്നെ നല്ല കളറാണ് ഗോൾഡ് ഫിഷുകൾക്ക്, നല്ല ഭംഗി ഉണ്ടാവും പുറത്തിട്ട് കഴിഞ്ഞാൽ. അങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, പുറത്ത് തന്നെ ഒരുവിധം വളർത്തുന്നത് എൻ്റെ എല്ലാ മീനുകളെയും ഗോൾഡ് ഫിഷിനൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഞാൻ മറന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങൾക്ക് വല്ല സംശയം ഇനിയും വല്ല സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അല്ല ഇനി കുറേ വലിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ വാട്സപ്പ് നല്ലത് കേട്ടോ. ഈ വോയിസ് മെസ്സേജ് അയച്ചിട്ടേക്ക് വേഗം നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വേറെ സമയം കാണേണ്ട ആവശ്യമില്ല യൂട്യൂബിലാവുമ്പോൾ. അപ്പോൾ ചെറിയ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സ് ചോദിക്കുക. നിങ്ങൾ വലുതൊക്കെ ആണെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. ദിവസം ഞാൻ നോക്കാറുണ്ട് വാട്സപ്പ്, ചിലപ്പോൾ 1-2 ദിവസമൊക്കെ എടുത്തിട്ടാവും നിങ്ങൾക്ക് എത്തിണ്ടാവുക റിപ്ലൈ. എന്നാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഓക്കെ. പിന്നെ വല്ല വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ വളർത്തുന്ന പെറ്റ്സിനെ പറ്റി വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ, അത് ഏതാണെങ്കിലും പട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും പ്രാവാണെങ്കിലും ഏതിനെ പറ്റിയാണെങ്കിലും വീഡിയോസ് ചെയ്യണമെങ്കിൽ എന്നോടൊന്ന് പറയുക, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. ആ ഡിസ്ലൈക്ക് എന്നതിൻ്റെ കാരണം കൂടി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ ഞാനത് തിരുത്തിയിട്ട് അടുത്ത വീഡിയോയിൽ എന്തായാലും നിങ്ങളെ കൊണ്ട് ലൈക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കാം. ഓക്കെ. പിന്നെ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. പിന്നെ പരമാവധി നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യുക. ഈ ഗോൾഡ് ഫിഷൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും വളർത്തുന്ന വിഷയം കൊണ്ട് തന്നെ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ കൂട്ടുകാർക്കും പുതിയ മീൻ വളർത്തുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ പരമാവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് വിടുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ഇത് നല്ലൊരു കണ്ടൻറ്റായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.